പക്ഷേ തൃശൂർ നടക്കുന്ന RJD സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കാതെ KP മോഹനൻ മുന്നണി മാറ്റം സംബന്ധിച്ചാണ് യോഗത്തിലെ പ്രധാന ചർച്ച. വിവരങ്ങളുമായി സീത് ശ്രീകുമാർ ചെയ്യുന്നു. സീത്ത്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ഈ ദിവസം തന്നെ നേരത്തെ ആലോചിച്ചതാണെങ്കിൽ കൂടിയും ആ യോഗം ചേരുന്നതിൽ ചില പ്രശ്നങ്ങളില്ലേ? KP മോഹൻ പങ്കെടുക്കാത്ത അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാനിടയുണ്ട് എന്നുള്ളതുകൊണ്ടാണോ സീത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ താൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി നേതാക്കളെ KP മോഹൻ അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും നീലോദാശ നാടാരും മുൻ MLA ജമീല പ്രകാശവും അടക്കമുള്ള മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ചില ജില്ലാ പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരുടെ അഭിപ്രായം മുന്നണി വിടണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ മുന്നണി വിട്ട് പുറത്തുപോയി അല്ലെങ്കിൽ LDFനെതിരെ പ്രവർത്തിച്ചാൽ മറ്റു തരത്തിലേക്ക്, അതായത് ഇപ്പോൾ UDF എടുക്കാനുള്ള ഒരു സാധ്യത നിലവിൽ വളരെ വിരളമാണ്. അവരുടെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ അപ്പുറത്ത് പോയാലും സീറ്റ് കിട്ടില്ല എന്ന് നേതാക്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കോവളം അടക്കമുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇതെല്ലാം ഇന്ന് യോഗത്തിൽ ചർച്ചയാകും. ഭൂരിപക്ഷ നേതാക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ ഒരു ബഹളം ഉണ്ടാകാനുള്ള സാധ്യത വരെ തള്ളിക്കളയാൻ കഴിയില്ല. ഒരു വിഭാഗം കൃത്യമായ രീതിയിൽ മുന്നണി വിട്ട് പുറത്ത് പോകണം, അല്ലെങ്കിൽ UDFനൊപ്പം പോകണമെന്ന നിലപാട് ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സീറ്റ് മത്സരിക്കാൻ ആവശ്യമില്ല എന്ന് അറിയിക്കണം എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനം നേതൃത്വം എടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇതിനുശേഷം, യോഗത്തിന് ശേഷം സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്, ശ്രേയാംസ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ സമയത്ത് മാത്രമേ എന്താണ് ഇക്കാര്യത്തിൽ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനാകൂ. എന്നാലും ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ മുന്നണി വിടുക എന്നതായിരിക്കും തീരുമാനമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.